വാട്സ്ആപ്പ് ഗീസ് ബോക്സ് നാസിമാണ് മോട്ടോ G35 10,000 രൂപയ്ക്ക് താഴെ കിട്ടാവുന്നതിൽ വെച്ച് ബെസ്റ്റ് ഓൾ റൗണ്ടർ മൊബൈൽ ഫോൺ എന്നാണ് മോട്ടോറോള അവകാശപ്പെടുന്നത്. 10,000 രൂപയ്ക്ക് താഴെ കിട്ടുന്ന ബെസ്റ്റ് ഓൾ റൗണ്ടർ മൊബൈൽ ഫോൺ എന്ന് എന്തുകൊണ്ടാണ് മോട്ടോറോള ഇതിനെ വിശേഷിപ്പിക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം തന്നെ ഡിസൈൻ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 7.9 mm ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ തിക്നെസ് വരുന്നത്. 185 ഗ്രാം ആണ് വെയിറ്റ് വരുന്നത്. വീഗൻ ലെതർ ഫിനിഷോട് കൂടിയാണ് 10,000 രൂപയ്ക്ക് താഴെ ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. ടോട്ടലി 4 ഷെയ്ഡിലാണ് അല്ലെങ്കിൽ 4 കളറിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മാർക്കറ്റിൽ കിട്ടാൻ പോകുന്നത്. കോമൺ ആയിട്ടുള്ള 3 കളറും അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ എഡിഷൻ കളറും വരുന്നുണ്ട്. കോമൺ ആയിട്ടുള്ള 3 കളറിൽ ആദ്യത്തെ കളർ വീഗൻ ലെതർ കളർ തന്നെയാണ്. രണ്ടാമത്തെ കളറായിട്ട് വരുന്നത് ലീഫ് ഗ്രീൻ ആണ്. മൂന്നാമത്തെ ഗുവാവ റെഡ് എന്ന് പറയുന്ന കളറാണ് വരുന്നത്. നാലാമത്തെ സ്പെഷ്യൽ കളറായിട്ട് വരുന്നത് 3D PMMA ഫിനിഷ് ഉള്ള മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളറാണ്. ഇതിൽ വീഗൻ ലെതർ ഫിനിഷ് വരുന്നില്ല. മോട്ടോ G35 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ വീഗൻ ലെതർ ഫിനിഷോട് കൂടി വരുന്ന മൊബൈൽ ഫോൺ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം മറ്റൊന്നുമല്ല, ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നതാണ്. സ്പീക്കർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് വരുന്നുണ്ട്. ഈ ഒരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. ഹൈബ്രിഡ് ആയിട്ടുള്ള സിം സ്ലോട്ട് ആണ് വരുന്നത്. ഒരേ സമയം 2 നാനോ സിം ഇല്ലെങ്കിൽ ഒരേ സമയം നമുക്ക് ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും ആഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സിം സ്ലോട്ട് നമുക്ക് വേണ്ടി മോട്ടോ G35 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വരുമ്പോഴും ഒരുപാട് സ്പെസിഫിക്കേഷൻ മോട്ടോ G35 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ 10,000 രൂപയ്ക്ക് താഴെ നമുക്ക് കിട്ടുന്നുണ്ട്. വിഷൻ ബൂസ്റ്റർ ടെക്നോളജി സപ്പോർട്ട് ആയിട്ട് വരുന്ന 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മോട്ടോ G35 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട്. 1000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് വരുന്നുണ്ട്. കോറിംഗ് ഗറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. IP52ന്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് കപ്പാസിറ്റി വരുന്നുണ്ട്. അത്യാവശ്യം മഴയൊക്കെ നനഞ്ഞാൽ അല്ലെങ്കിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഇതിന്റെ ഡിസ്പ്ലേയിൽ വീണ് കഴിഞ്ഞാൽ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ വാട്ടർ ടച്ച് ടെക്നോളജി അല്ലെങ്കിൽ വെറ്റ് വാട്ടർ ടെക്നോളജി വരുന്നുണ്ട്. വിരൽ നനഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ടച്ച് സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനുള്ള ടെക്നോളജിയും ഈ ഒരു മൊബൈൽ ഫോണിൽ മോട്ടോറോള നൽകിയിട്ടുണ്ട്. 10,000 രൂപയിൽ താഴെ വരുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ ടെക്കാർക്കിന്റെ 5G സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നെറ്റ്വർക്കിന്റെ ഭാഗത്ത് നോക്കി കഴിയുകയാണെങ്കിൽ ഒട്ടനവധി സവിശേഷതകളാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. 12 5G ബാൻഡ് ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് സപ്പോർട്ടാണ്. 4 കാരിയർ എഗ്രിഗേഷൻ സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. FM റേഡിയോ വരുന്നുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. 4x4 മിമോ ടെക്നോളജി വരുന്നുണ്ട്. അതേപോലെ തന്നെ VONR സപ്പോർട്ട് വരുന്നുണ്ട്. ബ്ലൂടൂത്തിന്റെ 5.0 ആണ് ഇതിൽ സപ്പോർട്ട് ആയിട്ട് വരുന്നത്. 5000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. ബോക്സിനോടൊപ്പം തന്നെ നമുക്ക് 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പും നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. മെയിൻ ക്യാമറ വരുന്നത് ക്വാഡ് പിക്സൽ ക്യാമറ സെറ്റപ്പ് ആണ്. 50 മെഗാ പിക്സൽ ആണ് ഈ ഒരു ക്യാമറ വരുന്നത്. 4K സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ് ആണ് സെക്കൻഡറി ക്യാമറ ആയിട്ട് വരുന്നത്. 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഈ ഒരു സെൽഫി ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 180 വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും G35 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. പ്രൊസറിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ യൂണിസോക്കിന്റെ T760 എന്ന് പറയുന്ന പ്രൊസറാണ് വരുന്നത്. വലിയ ടാസ്ക് അല്ലെങ്കിൽ വലിയൊരു ഹെവി ഗെയിമിംഗ് ടാസ്ക് ഒന്നും ഈ ഒരു മൊബൈൽ ഫോണിൽ നടക്കത്തില്ല. ഓൾ റൗണ്ടർ മൊബൈൽ ആണെന്ന് ഞാൻ പറഞ്ഞു. അത്യാവശ്യമുള്ള ഡെയിലി യൂസേജ്, അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള ടെമ്പിൾ റൺ പോലെയുള്ള ഗെയിംസ്, ഇതൊക്കെ നമുക്ക് ഇതിൽ സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. റാം കേപ്പബിലിറ്റിയിലേക്ക് നോക്കി കഴിയുകയാണെങ്കിൽ LPDDR4 4x റാം ആണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജ് വരുന്നുണ്ട്. 4GB 128 ആണ് വേരിയന്റ് വരുന്നത്. ഈ ഒരു 4GB നമുക്ക് റാം ബൂസ്റ്റർ ഉപയോഗിച്ച് അല്ലെങ്കിൽ റാം എക്സ്റ്റെൻഡ് ഉപയോഗിച്ച് 12GB വരെ എക്സ്റ്റെൻഡ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത് ആൻഡ്രോയിഡ് 14 ആണ്. 15 ഇതിൽ കിട്ടുമെന്ന് നമുക്ക് മോട്ടോറോള പറയുന്നുണ്ട്. 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മോട്ടോറോള നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. OSന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ MyUX എന്ന് പറയുന്ന OS ആണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. AI ഫീച്ചേഴ്സ് എല്ലാ മൊബൈൽ ഫോണിലും ഉള്ളതുപോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. AI മാജിക് ഇറേസർ അല്ലെങ്കിൽ AI ഫോട്ടോ എഡിറ്റ് അസിസ്റ്റന്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. ഏതായാലും 10,000 രൂപയ്ക്ക് താഴെ ഒരു ഓൾ റൗണ്ടർ ആയിട്ടുള്ള നല്ലൊരു ബ്രാൻഡഡ് മൊബൈൽ ഫോൺ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മോട്ടോ G35 എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ മൊബൈൽ ഫോണാണ്. 10,000 രൂപയ്ക്ക് താഴെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ ആരെങ്കിലും മൊബൈൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവരിലേക്ക് ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിം ഈസ് സൈനിങ് ഓഫ്. താങ്ക് യു.